നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിൽ 32 ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കാൻ പോവുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമുക്ക് ആ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അൽ നസറിന് യോഗ്യതയില്ല. നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ അൽ ഹിലാലിന് യോഗ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ കാര്യം എന്താകും എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് ഫിഫ ഹോസ്റ്റ് കൺട്രിക്കുള്ള പ്രത്യേക സ്ലോട്ട് അനുവദിക്കുകയും മെസ്സിയുടെ ഇന്റർ മയാമി ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുകയും ചെയ്യും. സോ മെസ്സിയല്ലേ ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ ആകർഷണം? ചോദ്യം റൊണാൾഡോയോടാണ്. ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോയോട്. മാർക്ക് അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, മെസ്സി ഈ ടൂർണമെൻറ്റിൻ്റെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ ആകാൻ പോവുകയല്ലേ? അതിനുള്ള റൊണാൾഡോയുടെ മറുപടി, തീർച്ചയായിട്ടും മെസ്സി ഒരു പ്രധാന ആകർഷണം തന്നെയാണ്. പക്ഷേ മുന്നേറണമെങ്കിൽ മെസ്സിക്ക് തൻ്റെ മികവ് ഏറ്റവും മികച്ച രൂപത്തിൽ പുറത്തെടുക്കേണ്ടി വരും. ഈ ടൂർണമെൻറ്റിൽ ഒരിക്കലും ഈസി ആയിരിക്കില്ല അദ്ദേഹത്തിന് ഈ ടൂർണമെൻറ്റ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് മത്സരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഗ്രേറ്റ് ഗെയിംസ് ഈ ഒരു ടൂർണമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ് ടീംസ് ഉണ്ട്. ചില ക്ലബ്ബുകൾ വളരുകയാണ്. അവർക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്ലബ്ബുകളോട് ഏറ്റുമുട്ടാനുള്ള അവസരവും വരികയാണ്. ടൂർണമെൻറ്റ് തീർച്ചയായിട്ടും സീസണിൻ്റെ അവസാനമാണ് വരുന്നതെങ്കിലും യൂറോപ്യന്മാർ തന്നെയാണ് ഫേവറിറ്റ്സ്. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തുന്ന ക്ലബ്ബുകളും ഉണ്ടാകും. എസ്പെഷ്യലി ബ്രസീലിയൻ ക്ലബ്ബുകളെ സൂക്ഷിക്കണം. ബോട്ടാഫാഗോക്ക് ഒരു ഗ്രേറ്റ് ടീമുണ്ട്. മികച്ച താരങ്ങളുണ്ട്, ടോളായിട്ടുള്ള താരങ്ങളുണ്ട്, പവർഫുൾ ആയിട്ടുള്ള താരങ്ങളുണ്ട്. ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബുകൾ അർജൻറ്റീൻ ക്ലബ്ബുകളെക്കാൾ കൂടുതൽ മികച്ച രൂപത്തിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് തുടർച്ചയായിട്ടുള്ള വിജയങ്ങൾ നേടാൻ പറ്റുന്നുണ്ട്. ലിബർട്ടഡോറസിൻ്റെ റിസൾട്ട് നോക്കിയാൽ തന്നെ അത് കാണാൻ പറ്റും. ഇതിനു മുമ്പ് നേരെ തിരിച്ചായിരുന്നു, അർജൻറ്റീനക്കാർക്കായിരുന്നു പ്രാധാന്യം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ബ്രസീലിയൻ ഫുട്ബോളിൽ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് കൂടുതൽ പണമുണ്ട്. അർജൻറ്റീനയിലാവട്ടെ പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്. ബ്രസീലിയൻ ക്ലബ്ബുകളുടെ മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബ്രസീലിൽ ചെയ്യാനുണ്ട്. ഫുട്ബോൾ ഇൻഡസ്ട്രി ഇനിയും വളരാനുണ്ട് എന്നാണ് റൊണാൾഡോ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മെസ്സി തന്നെയായിരിക്കും ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് അവർ അടുത്ത റൗണ്ടിലേക്കൊക്കെ കടന്നേക്കാം. അവിടെ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് നിലവിൽ ഇന്റർ മയാമി സ്കോഡും വെച്ച് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.